ഹലോ ഗൈസ്, സോനാൽ സജിത്ത് ബ്ലോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് വെച്ചാൽ എങ്ങനെ നമുക്ക് ഇതേപോലത്തെ ഇയർബഡ്സിൻ്റെ ബാറ്ററി റീപ്ലേസ് ചെയ്യാമെന്നാണ്. അതായത് നമ്മൾ ഇയർബഡ്സ് എല്ലാം കുറേ കാലം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബാറ്ററി വീക്കാവും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് വർക്ക് ചെയ്യാണ്ടാവും. അപ്പോൾ ഈ ഒരു സൈഡ് വർക്ക് ചെയ്യാത്തതിന് കുറേ റീസൺ ഉണ്ട്. ഒന്നെങ്കിൽ അതിൻ്റെ ബാറ്ററി വീക്ക് ആയതാവാം, അല്ലെങ്കിൽ അതിൻ്റെ ബോർഡ് കംപ്ലൈൻറ്റ് ആയതാവാം, അതും അല്ലെങ്കിൽ അതിൻ്റെ സ്പീക്കർ അടിച്ചു പോകാനുള്ള ചാൻസും ഉണ്ട്. അതേപോലെ തന്നെ ഇത് ചെയ്യാനായിട്ട് അധികം ചിലവൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇനി ഇതേപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ബാറ്ററി റീപ്ലേസ് ചെയ്ത് കാണിക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വെച്ചാൽ OnePlusൻ്റെ ബഡ് സെറ്റ് എന്ന് പറഞ്ഞ ഒരു മോഡൽ ഇയർബഡ്സ് ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ബഡ്സ് ഒന്ന് റിമൂവ് ചെയ്യാം. ഇനി നമ്മൾ ഈ ഒരു ഇയർബഡ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി ഈ ഒരു ഗ്യാപ്പിലേക്ക് നമ്മളൊരു നേരിയ കത്തി യൂസ് ചെയ്തിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഗ്യാപ്പ് കുറച്ചും കൂടി വലുതാവും. അപ്പോൾ ഇതേപോലെ തന്നെ ആ ഒരു ഗ്യാപ്പിൽ ചുറ്റും നമ്മൾ ആക്കി കൊടുക്കണം. അതായത് കത്തി യൂസ് ചെയ്തിട്ട് പ്രസ് ചെയ്തിട്ട് ആ ഒരു ഗ്യാപ്പ് ഒന്ന് വലുതാക്കി കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പൺ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ അധികം പ്രഷർ കൊടുക്കാൻ പാടില്ല. പ്രഷർ കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഓപ്പൺ ആയിട്ട് ആ ഒരു വയർ കട്ടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സർക്യൂട്ടും കാര്യങ്ങളെല്ലാം. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റുമില്ല ആ ഒരു ഗ്ലൂ നമ്മളൊന്ന് റിമൂവ് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ബാറ്ററി ഈസി ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ഗ്ലൂ എല്ലാം ഒന്ന് റിമൂവ് ചെയ്യുക. ഇനി ആ ഒരു ഗ്ലൂ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ബാറ്ററി പുറത്തേക്ക് എടുക്കണം. അത് ഇതേപോലെ കത്തി യൂസ് ചെയ്തിട്ട് ആ ഒരു ഗ്യാപ്പിലോട്ട് ഇങ്ങനെ പുറത്തേക്ക് ആക്കി എടുത്താൽ മതിയാവും. അപ്പോൾ ശ്രദ്ധിച്ചു വേണം ഈ ഒരു ബാറ്ററി റിമൂവ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ ഒരു റൗണ്ട് ഷേപ്പിലെ ബാറ്ററിയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബാറ്ററിയാണ്. അതായത് ഒരു സ്ക്വയർ ഷേപ്പ് ബാറ്ററിയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബാറ്ററി എന്ന് വെച്ചാൽ ഒന്നെങ്കിലും ഒരു മൊബൈൽ റിപ്പയറിംഗ് ഷോപ്പിലോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് ഷോപ്പിലോ ഇത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇത് ഓരോരുത്തർ ഓരോ റേറ്റ് ആണ്. അതായത് ചിലടത്ത് 100 രൂപ കിട്ടും, ചിലടത്ത് 200 രൂപയാണ് റേറ്റ് എല്ലാം വരുന്നത്. അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റിയിലെ ബാറ്ററി തന്നെ വാങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ബാറ്ററിയിൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു പോസിറ്റീവും നെഗറ്റീവും വയർ കാണാൻ സാധിക്കും. അതായത് റെഡ് ആണ് ഇതിൻ്റെ പോസിറ്റീവ്, ബ്ലാക്ക് ഇതിൻ്റെ നെഗറ്റീവ് ആണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഈ ഒരു ബാറ്ററീൻ്റെ ഈ ഒരു കവർ ഒന്ന് റിമൂവ് ചെയ്തെടുക്കണം. അതെന്ന് വെച്ചാൽ ഈ വയർ ഒന്ന് ഡീസോൾഡർ ചെയ്യാനായിട്ടാണ്. ഇനി നമുക്ക് ഈ വയർ ഒന്ന് ഡീസോൾഡർ ചെയ്തെടുക്കണം. അപ്പോൾ ഡീസോൾഡർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും കറക്റ്റായിട്ട് തന്നെ നോക്കണം. ഇനി നമുക്ക് നമ്മൾ ഇയർബഡ്സിലെ വയർ ഡീസോൾഡർ ചെയ്തെടുക്കാം. ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇയർബഡ്സിൻ്റെ പോസിറ്റീവ് നെഗറ്റീവും ആ ബാറ്ററീൻ്റെ പോസിറ്റീവ് നെഗറ്റീവിനായിട്ട് സോൾഡർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ തന്നെ ഇവിടെ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ബാറ്ററി കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ മാക്സിമം കവർ ചെയ്തിട്ട് തന്നെ ഫിറ്റ് ചെയ്യാൻ ശ്രമിക്കുക, കാരണം ഷോർട്ട് സർക്യൂട്ട് ആകാൻ നല്ല ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ബാറ്ററി ഇതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ടൈം എടുത്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്, കാരണം അത്യാവശ്യം ടൈറ്റ് ഉണ്ടാവും ഈ ഒരു ബാറ്ററി ഇതിൽ ഫിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ടൈം എടുത്ത് മെല്ലനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് ഫിറ്റാക്കി എടുക്കുക. അപ്പോൾ ഞാൻ ആ ഒരു ബാറ്ററി കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബോർഡും കൂടി കറക്റ്റായിട്ട് തന്നെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് തൽക്കാലം ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വർക്കിംഗ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നമുക്കിത് ഗ്ലൂ യൂസ് ചെയ്ത് ഒട്ടിച്ച് കൊടുത്താൽ മതിയാവും. ഇനി ഞാൻ ഇതേപോലെ തന്നെ അടുത്ത സൈഡിലുള്ള ഇയർബഡ്സിൻ്റെ ബാറ്ററി റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഗ്യാപ്പിൽ കത്തി യൂസ് ചെയ്തിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലുള്ള ബാറ്ററി ഡീസോൾഡർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പുതിയ ബാറ്ററിയിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ബാറ്ററി അതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്ര മാത്രമേ നമുക്കിവിടെ പണിയുള്ളൂ. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ രണ്ട് സൈഡും വർക്കിംഗ് ആണ്. ഇനി നമുക്കൊരു ഗ്ലൂ യൂസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫ്ലക്സ് ക്യൂക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ യൂസ് ചെയ്യുമ്പോൾ ഇതേപോലെ പിന്നിലായിട്ട് ആക്കിയിട്ട് ചെറിയ രീതിയിലാക്കി കൊടുക്കുക. കാരണം അധികം ആക്കി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ഓപ്പൺ ചെയ്യണമെന്ന് വെച്ചാൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ചെറിയ രീതിയിൽ മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇയർബഡ്സ് ഇവിടെ കംപ്ലീറ്റ്ലി റിപ്പയർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം വളരെ സിമ്പിളായിരുന്നു ഈ ഒരു സംഭവം ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ഷെയർ ചെയ്യുക. ഇനി ഇതേപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് ഈ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കെന്നാൽ ഇനി അടുത്ത വീഡിയോ കാണാം.